കോട്ടയം വൈക്കം ചെമ്പ് അങ്ങാടിക്കടവിലെ ജങ്കാർ സർവീസ് മുടങ്ങിയതിൽ പ്രതിഷേധം. ചെമ്പ് പഞ്ചായത്തിന് മുന്നിലാണ് പഞ്ചായത്ത് തുറക്കാൻ സമ്മതിക്കാതെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. ജങ്കാർ സർവീസ് മുടങ്ങിയതിനാൽ ചെറുവള്ളങ്ങളിലാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ വന്നത് എന്തിനാണെന്നറിയാം. അതിനു മുമ്പ് നമ്മൾ വന്ന ഉടനെ തന്നെ ഇവിടെ പോലീസ് എത്തി. ഇപ്പോ ഒരു ജീവനക്കാരെയോ മറ്റോ അകത്ത് കയറാൻ അവർ ശ്രമിക്കുകയാണ്. അവർ നിയമം സംരക്ഷിക്കാൻ വന്നിരിക്കുന്നു എന്ന പേരിലാണ് വരുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് മറ്റൊരു നിയമലംഘനത്തിനെതിരായിട്ടാണ്. അവശ്യ സർവീസിൽ പെടുന്നതാണ് കടത്തുവള്ളം. ഈ അവശ്യ സർവീസ് ലംഘിച്ചതിനായിട്ട് ഈ സർവീസ് നടത്തേണ്ട പഞ്ചായത്ത് അധികാരികളുടെ മുമ്പിലേക്ക് ജനങ്ങൾ വരുമ്പോ ജനങ്ങളോട് സംസാരിക്കാതെ നമ്മളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നമ്മളെ നാടൻ കിടത്തിക്കൊണ്ട് ഓഫീസ് തുറക്കാൻ ശ്രമിച്ചാൽ നമ്മളെ അറസ്റ്റ് ചെയ്ത് നീക്കാതെ ഇത് തുറക്കാൻ അനുവദിക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കേണ്ടതില്ലേ? കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, പഞ്ചായത്ത് തുറക്കാൻ അനുവദിക്കാതെയുള്ള ശക്തമായ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. പ്രതിഷേധം ശമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പോലീസ് എത്തുന്ന കാഴ്ച അവിടെ ഉണ്ട്, ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. സംഘർഷാവസ്ഥയുണ്ടോ അവിടെ? എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, ഇന്ന് രാവിലെ മുതലാണ് ഈ സ്ഥലത്ത് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. വൈക്കം ചെമ്പ് അങ്ങാടിക്കടവിലാണ് ഇത്തരത്തിൽ ജങ്കാർ സർവീസ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നേരിട്ട് പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ചെമ്പ് പഞ്ചായത്ത് ഓഫീസിലേക്കാണ് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അതിനുശേഷം പഞ്ചായത്ത് തുറക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ വലിയ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ. ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ, നടപടികൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ ജങ്കാർ സർവീസ് മുടങ്ങിയത് വലിയ ബുദ്ധിമുട്ട് പ്രദേശവാസികൾക്ക് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുവള്ളങ്ങളിലാണ് ഇപ്പോൾ അക്കരെ കടക്കാനായിട്ട് ആകെ അല്ലെങ്കിൽ വഴിയുള്ളത് നാട്ടുകാർക്ക്. പക്ഷെ അത് ഏറെ സമയനഷ്ടവും വലിയ ബുദ്ധിമുട്ടും ഒക്കെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം പഞ്ചായത്ത് അധികൃതർ ഈ ജങ്കാർ സർവീസ് നിലയ്ക്കാൻ കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ജങ്കാറിന്റെ കരാർ കാലാവധി കഴിഞ്ഞിരുന്നു, അതിനാലാണ് ഇപ്പോൾ അല്ലെങ്കിൽ പുതിയ കരാർ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. അതിൽ വരുന്ന കാലതാമസം മൂലമാണ് പുതിയ ജങ്കാർ എത്താനായിട്ട് വൈകുന്നതെന്നാണ് നാട്ടുകാർ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പുതിയ ജങ്കാർ അനുവദിക്കുന്നത് വരെ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗോകുൽ രമേശ്, കോട്ടയത്ത് നിന്ന്.